ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. രാവിലെ ഈ ചൂട് സമയത്ത് ഹെവി ഫുഡ് കഴിക്കുന്നതിലും വളരെ നല്ലതാണ് ഇതുപോലെ നല്ലൊരു സൂപ്പ് കഴിക്കുന്നത്. ഇതുപോലെ ഒരു സൂപ്പ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണവും തളർച്ചയും ഒന്നും ഉണ്ടാവില്ല, നല്ല എനർജറ്റിക് ആകും. പിന്നെ വിറ്റമിൻ ഡിയും ഇയും കുറവുള്ളവർക്ക് വളരെ നല്ലതാണ് ഈ സൂപ്പ് കഴിച്ചാൽ. പതിവായി കഴിച്ചാൽ അതിൻ്റെ കുറവ് മാറിക്കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് അത്യാവശ്യം വേണ്ട ചേരുവ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്, 3 ഫ്ലവർലെറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 ബട്ടൺ മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് ബ്ലാൻ ചെയ്തെടുത്തതാണ്. മഷ്റൂമിൽ ധാരാളം വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ബ്രൊക്കോളിയിൽ വിറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ഫ്രോസൺ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇത് സൂപ്പിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ വേണ്ടത് 2 ചെടി ഗ്രീൻ അണിയനാണ്. അതിൻ്റെ ഗ്രീൻ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അതിൻ്റെ വൈറ്റ് ഭാഗവും നമുക്ക് ആവശ്യമുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. ബട്ടറൊക്കെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഓയിൽ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ് ഇഞ്ചിയും കൂടി ചേർക്കാം. ഇഞ്ചി വളരെ കുറച്ച് ചേർത്താൽ മതിയാകും, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഒന്ന് ചൂടാകണം, നല്ലതുപോലെ ഒന്ന് ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. മീഡിയം ഹീറ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി ചെറുതായി കട്ട് ചെയ്ത ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മഷ്റൂമും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിലും ധാരാളം വിറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. കുറച്ച് കൂടുതലോ കുറവോ ചേർക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് വെന്തുടഞ്ഞ് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ക്രഞ്ചി ആയിട്ടാണ് ഈ വെജിറ്റബിൾ എല്ലാം ഇരിക്കേണ്ടത്. സ്വീറ്റ് കോണൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ടെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി സൂപ്പിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം സൂപ്പ് ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലാത്തവർ 1 ടീസ്പൂൺ സോസ് ചേർത്താലും മതിയാകും. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പുളിക്ക് ആവശ്യമുള്ള വിനീഗറാണ് നമ്മൾ ചേർക്കുന്നത്. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനുമാണ് പഞ്ചസാര ചേർത്തത്. ഇനി ഒരു മുട്ട നല്ലതുപോലെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു മുട്ട ബീറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഡിന്നറിനാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിലും മുട്ട അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്ത് കുറേശ്ശെ നൂല് പോലെ ഇട്ട് കൊടുക്കാം. മുട്ടയുടെ പകുതി ഏകദേശം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡിയായി വരികയാണ്. മുട്ട നല്ലതുപോലെ കുക്കാനായിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് കോൺ സ്റ്റാർച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കുക. ഇപ്പം ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഒത്തിരി നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുക്കാം.
ഇനി നമ്മൾ തയ്യാറാക്കിയ കോൺ സ്റ്റാർച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിക്കുന്നതിനൊപ്പം തന്നെ പെട്ടെന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട പോലെ കിടക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ രീതിയിൽ കോൺ സ്റ്റാർച്ച് ചേർത്താൽ ഒരു നേരിയ തിക്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഒത്തിരി നല്ല കുറുക്ക് പോലെ വേണമെന്നുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോഴാണ് ഈ കോൺഫ്ലവർ ചേർത്തത് നല്ലതുപോലെ തിക്കാവുന്നത്. ഇപ്പോൾ തിളക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് ചെറുതായി കട്ട് ചെയ്ത സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ ഭാഗമാണ്. അത് നമുക്ക് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം കേട്ടോ. പോരാത്ത ഉപ്പും വിനീഗറൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ തയ്യാറാക്കിയാൽ ഇതൊരു 2 അല്ലെങ്കിൽ 3 പേർക്ക് കഴിക്കാൻ പാകത്തിലുണ്ടാവും. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ഡിന്നറായിട്ടും നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഡിന്നറിന് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മുട്ട അവോയ്ഡ് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മുട്ട ചേർത്തും നമുക്ക് ഈ സൂപ്പ് രാത്രി കൊടുക്കാവുന്നതാണ്. ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവകളെല്ലാം വളരെ പോഷക സമൃദ്ധമായിട്ടുള്ളതാണ്. ഇത് പതിവായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിറ്റമിൻ ഡി, ഇ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല. ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഈ വെജിറ്റബിൾ അടങ്ങിയിട്ടുള്ളതാണ്. ലോ കാലറി വെജിറ്റബിളൊക്കെയാണ് ഇത്. അപ്പോൾ ഈ ചൂട് സമയത്ത് ഹെവി ഫുഡ് കഴിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ളതും പോഷക സമൃദ്ധവുമായിട്ടുള്ള ഈ സൂപ്പ് കഴിക്കുകയാണെങ്കിൽ വളരെ സുഖമായിരിക്കും കഴിച്ചാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്